എൻ്റെ പേര് അർജുൻ. എൻ്റെ വീട് പത്തനംതിട്ട വലഞ്ചുഴിയിലാണ്. ഞാനിവിടെ പി സ്ക്വയറിൽ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാനിപ്പം ലേറ്റസ്റ്റായിട്ട് ചെയ്തത് നമ്മുടെ പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മിനിയേച്ചറാണ്. അപ്പോൾ നമുക്കറിയാം, പത്തനംതിട്ടയിൽ തന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഈ ഒരു പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചതെന്നൊക്കെ. അപ്പം നമുക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് എന്താ പറയുന്നത്, ബസ്സിലൊക്കെ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് നമുക്കിവിടെ പത്തനംതിട്ട വരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ആശയത്തിലാണ് ഞാനൊരു റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ടയ്ക്ക് വേണ്ടി ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ മേൽപ്പാലം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പത്തനംതിട്ടയിൽ പുതിയതായിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ 30x15 സെൻറ്റിമീറ്ററിൽ ഒരു സെക്രട്ടേറിയറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രിവാൻഡ്രം ലുലുവിൽ ഞാൻ ചെയ്തിട്ടിപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് യൂസഫ് അലി സാറിൻ്റെ എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 വർഷമായി ചെയ്തിട്ട്. പിന്നെ അടുത്തത് നമ്മുടെ അബാൻ ജംഗ്ഷനാണ്. അബാൻ ജംഗ്ഷനിൽ 2021 ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പത്തനംതിട്ട അന്ന് 14 ജില്ലയിലെയും പ്രധാനപ്പെട്ട ഓരോരോ പ്രധാനപ്പെട്ട ഓരോ ബിൽഡിങ്ങുകൾ, അമ്പലങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് നമുക്കത് ഫെയിലായിപ്പോയി. അപ്പോൾ അങ്ങനെ പത്തനംതിട്ടയിലേത് ആദ്യം നമ്മൾ അബാൻ ജംഗ്ഷനാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണൂർ പറശ്ശിനിക്കടവ് ചെയ്തു. പിന്നെ തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ ഇതെല്ലാം വരച്ചിട്ടേക്കാണ്, ചെയ്തു തുടങ്ങിയിട്ടില്ല. പിന്നെ ട്രിവാൻഡ്രത്തേത് ലുലു ചെയ്തു. അതുപോലെ തന്നെ ഞാൻ 2019 ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 2019 ഞാനൊരു ഫാബ്രിക് പ്രിൻറ്റിങ് ഡിസൈനിങ് ചെയ്തായിരുന്നു. അതായത് സ്റ്റേറ്റിൽ എനിക്ക് A ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആയിരുന്നു നമ്മുടെ ഈ ഒരു മിനിയേച്ചർ ഫീൽഡിലോട്ട് വന്നത്. ആദ്യം പഠിച്ച സ്കൂൾ തന്നെ ചെയ്തു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ വലഞ്ചുഴി ദേവീക്ഷേത്രം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. പിന്നെ നമ്മുടെ ബുർജ് ഖലീഫ ചെയ്ത് വേൾഡ് റെക്കോർഡും കിട്ടിയായിരുന്നു. ഞാൻ നമ്മുടെ ഇവിടെ പ്രമാട നേതാജി സ്കൂളിലാണ് ഞാൻ പഠിച്ചതെല്ലാം. അപ്പം സ്കൂളുകാർ ആയിരുന്നു ആദ്യത്തെ നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം. നേതാജി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ കയ്യിലിപ്പോൾ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അവരതിനെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമ്മളൊരു നല്ല നിലയിലെത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിലെത്തി നിൽക്കുന്നത്. അമ്മയുടെ പേര് സുജ, അച്ഛൻ്റെ പേര് ചന്ദ്രബാബു, ചേട്ടൻ അനന്തനാണ്. ചേട്ടൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്, കൊച്ചി.